ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് എൻ്റെ ഒരു മോർണിംഗ് വ്ലോഗ് കാണാം കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നിട്ട് ബെഡൊക്കെ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ ടാസ്ക്. അപ്പോൾ രാവിലെ ഇപ്പം ജനലൊക്കെ തുറന്നാൽ പേടിയാണ്, കാരണം എവിടെ നോക്കിയാലും പാമ്പിൻ്റെ കാര്യം കേൾക്കാനുള്ളതുകൊണ്ട് ചെറിയ പേടിയുണ്ടെങ്കിലും ഞാൻ രാവിലെ ജനലൊന്ന് തുറന്നിട്ട് കേട്ടോ. അതിൻ്റെ ബെഡൊക്കെ ഒന്ന് അടുക്കി ഒതുക്കി എല്ലാം സെറ്റാക്കുകയാണേ. അങ്ങനെ ബെഡ് സെറ്റാക്കി ഗൈസ്. ഇനി നേരെ പോകുന്നത് കിച്ചണിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് ചൂട് സഹിക്കാൻ വയ്യ, അതുകൊണ്ട് രാവിലെ തന്നെ എല്ലാ ജോലിയും തീർക്കണം. 11 മണിക്ക് മുന്നേ കിച്ചണിൽ നിന്ന് ഇറങ്ങണം എന്നുള്ളതാണ് ടാസ്ക്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അങ്ങനെ താഴോട്ട് പോകാൻ നേരമാണ് ഇവിടെ 2 ഗ്ലാസ് ഇരിക്കുന്നത് കണ്ടത്. ഗ്ലാസ് ഇന്നലെ രാത്രിയിൽ അപ്പം പിള്ളേർക്ക് സ്പ്രൈറ്റ് വാങ്ങിക്കൊണ്ട് കൊടുത്തിട്ട് അത് കൊണ്ടുവന്ന് ഒഴിച്ചിട്ട് കൊണ്ടുവച്ചതാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ ഇവിടെ ഒരുത്ത എന്നെക്കാട്ടിലും മുന്നേ എഴുന്നേറ്റ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ തുണി അങ്ങ് കഴുകാൻ ഇട്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുക്കളയിലോട്ട് കയറാമെന്ന് കരുതി. നമ്മൾ അടുക്കള ജോലി ചെയ്യുന്ന സമയത്ത് ഈ തുണി അങ്ങ് കഴിയുമല്ലോ, അതുപോലെ വെയിലിന് മുന്നേ കൊണ്ടങ്ങ് വിരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ നേരെ വന്ന് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം അങ്ങ് കുടിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി അങ്ങ് സെറ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ ഇന്ന് ഇടിയപ്പവും മുട്ടക്കറിയാണ്. അപ്പോൾ മുട്ട അങ്ങോട്ട് പുഴുങ്ങാനിട്ടിട്ട് ഇടിയപ്പത്തിന് കുഴച്ച് വെക്കുവാണ്. അപ്പോൾ ചൂട് വെള്ളം എടുത്തിട്ട് വന്നിട്ട് ഇങ്ങനെ മാവിലേക്ക് ഒഴിച്ച് അത് ആദ്യം നമ്മളിങ്ങനെ തവി വെച്ചിട്ട് ഇളക്കി ഒന്ന് കുഴച്ച് ഒരു സെറ്റാക്കി വെക്കണം. ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ കൈയിട്ട് ഇളക്കാൻ പാടില്ലല്ലോ. അപ്പോൾ ഈ തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കി അങ്ങോട്ട് ഒന്ന് പരിവാക്കി വെക്കുന്നുണ്ട്. അങ്ങനെ മാവ് അവിടെ ഇരുന്നൊന്ന് ചൂടാറട്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പോയി കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് കഴുകി വെച്ചു കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ നേരെ പോയി കുറച്ച് സവാള എടുത്ത് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നല്ലപോലെ വെള്ളത്തിൽ കഴുകി നല്ല കുനുകുനാന്ന് അങ്ങോട്ട് അരച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കാൻ പോവാണേ. പിന്നെ ഉണ്ടല്ലോ, ഈ ഒരു കത്തി നമ്മൾ ഓൺലൈനിൽ വാങ്ങിയതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു 3 എണ്ണം ഉണ്ട്, പക്ഷേ ഇതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ, ഇതിൻ്റെ മൂർച്ചയ്ക്കത്തില്ല. അങ്ങനെ നമ്മുടെ മുട്ടക്കറിക്കുള്ള സവാളയൊക്കെ നമ്മൾ അടുപ്പിൽ വഴറ്റാൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഇടിയപ്പം കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം കേട്ടോ. അപ്പം ഞാൻ നല്ലപോലെ കുഴച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് തേങ്ങാപ്പീരയൊക്കെ ഇട്ട് നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിൽ നല്ലപോലെ ഇങ്ങനെ ചുറ്റി. അപ്പോഴത്തേക്കും ഞാൻ ക്ഷീണിച്ചു ഗൈസ്. അപ്പോഴത്തേക്കും ഞാൻ ക്ഷീണിച്ചു. പിന്നെ എനിക്ക് ഇടിയപ്പവും കറിയും കഴിക്കുന്നത് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് വ്ളോഗ്. അപ്പോൾ